ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് മിക്ക സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്നൊരു മേഖല തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത പല സ്റ്റുഡൻസും ആശ്രയിക്കുന്നത് തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ കോളേജുകൾ തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെ കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സ്ഥലങ്ങളിലെ കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞ മിക്ക സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് തന്നെയാണ്. കാരണം അത്രത്തോളം ആ ഒരു കോഴ്സിന് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നവരുടെ എണ്ണമോ 10,000-ൽ കുറവാണ്. എന്തെന്നാൽ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിന് ആകെ സീറ്റ് വരുന്നത് 10,000-ൽ താഴെയാണ്. എന്നാൽ 80,000 മുതൽ 1,00,000 കുട്ടികളാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുള്ളത്. അതിൽ 10,000-ൽ കുറവ് കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ പഠിക്കാൻ അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ 2024 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എൻട്രൻസ് എക്സാം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടില്ല. ഒഫീഷ്യലി വന്നിരിക്കുന്നത് കർണാടകയുടെ മാത്രമാണ്. അപ്പോൾ കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ KSET എക്സാം, അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റ്, കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നത് കർണാടകയിലെ ബാംഗ്ലൂര്, മംഗലാപുരം, മൈസൂര് എന്നീ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഏത് കോളേജിലും ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ KSET എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് 10/1/2024 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ പോലും നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ KSET അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/2/2024 അതായത് ഫെബ്രുവരി 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വൺസ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസം 7-ാം തീയതി 2024 ഏപ്രിൽ മാസം 7-ാം തീയതി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ 2 ദിവസങ്ങളായിട്ടാണ് CET എക്സാം നടക്കുന്നത്. 18/4/2024 19/4/2024 എക്സാം നടക്കുന്നത്. ഇതിൽ 18/4/2024 ബയോളജിയും മാത്സുമാണ് എക്സാം നടക്കുന്നത്. അതായത് രാവിലെ ബയോളജിയും ഉച്ചയ്ക്ക് ശേഷം മാത്സും. അതുപോലെ 19-ാം തീയതി 19/4/2024 രാവിലെ ഫിസിക്സും ഉച്ചയ്ക്ക് കെമിസ്ട്രിയുമാണ് നടക്കുന്നത്. അപ്പോൾ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്സ് എക്സാം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. കാരണം CET എക്സാമിന് ബി എസ് സി നേഴ്സിംഗ് മാത്രമല്ല വരുന്നത്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, BPharm മുതലായ കോഴ്സുകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എസ് സി നേഴ്സിംഗ് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്സ് മാൻഡേറ്ററി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് മാനേജ്മെന്റ് സീറ്റ് എടുക്കുന്നവർക്ക് ഈ KSET എക്സാം എഴുതണം എന്നുള്ളത്. തീർച്ചയായിട്ടും മെറിറ്റ് സീറ്റിലേക്ക് ആയാലും മാനേജ്മെന്റ് സീറ്റിലേക്ക് ആയാലും ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിലവിലെ അപ്ഡേറ്റ് പ്രകാരം എൻട്രൻസ് എക്സാം എന്തായാലും എഴുതിയിരിക്കണം. അപ്പോൾ കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ KSET എക്സാമിന് എന്തായാലും അപ്ലൈ ചെയ്യുക. അതുപോലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ്റെയും എൻട്രൻസ് എക്സാമിൻ്റെയും വരുന്ന അപ്ഡേറ്റുകൾ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനെ കുറിച്ചോ അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചോ കോളേജുകളെ കുറിച്ചോ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.